വേവിക്കുകയാണ്, ചമ്മന്തി അരക്കുകയാണ്, പഴം പുഴുങ്ങാന്നൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക നമുക്ക് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാസീവ് വോയിസിലാണ് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. സോ അരി എന്ന് പറയാനായിട്ട് റൈസ് എന്ന് എഴുതാം. സോ റൈസ് ഈസ് ബീയിങ്. ഓക്കെ, റൈസ് ഈസ് ബീയിങ് എന്ന് ചേർക്കുക. ഇനി വേവിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കുക്ക് എന്നാണ്. അതിൻ്റെ V3 ഫോം ഇടണം കേട്ടോ. സോ കുക്ക്ഡ് എന്ന് എഴുതാം. റൈസ് ഈസ് ബീയിങ് കുക്ക്ഡ് എന്ന് എഴുതാം. ദെൻ ചമ്മന്തി അരക്കുകയാണ്. എങ്ങനെ പറയാ? ചമ്മന്തി എന്നതിന് ചട്നി എന്ന് കൊടുക്കുക കേട്ടോ. സോ ചട്നി ഈസ് ബീയിങ്. അരയ്ക്കുക എന്നതിന് ഗ്രൈൻഡ് ആണ്. അതിൻ്റെ V3 കൊടുക്കുക കേട്ടോ. സോ ഗ്രൗണ്ട്. ചട്നി ഈസ് ബീയിങ് ഗ്രൗണ്ട് എന്ന് കൊടുക്കാം. പഴം പുഴുങ്ങുകയാണ്. പഴം എന്നതിന് ബനാന എന്ന് കൊടുക്കുക അല്ലേ. സോ ബനാന ഈസ് ബീയിങ്. പുഴുങ്ങുക എന്നതിൻ്റെ സ്റ്റീമാണ്. അതിൻ്റെ V3 സ്റ്റീംഡ്. ഓക്കെ, ബനാന ഈസ് ബീയിങ് സ്റ്റീംഡ്. പച്ചക്കറി അരിയാന്ന് വേഗം ഒന്ന് കോമെൻറ്റ് ചെയ്തേ. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പഠിക്കുന്നതിലെല്ലാ കാര്യം പെർഫെക്റ്റ് ആയിട്ട് പഠിക്കുന്ന എല്ലാ കാര്യമല്ലേ. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ്സുകളാണ് നമ്മുടേത്. നാളെ ഇതാ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ.